ശബരിമല എന്ന ക്ഷേത്രത്തിലേക്ക് ഇതര മതവിശ്വാസികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു മാനുവൽ, ദേവസ്വം ബോർഡിന്റെ ഒരു മാനുവൽ വെച്ചുകൊണ്ട് ഒരു മന്ത്രി വരുമ്പോൾ അത് വാർത്തയാകുന്നു. എന്നാൽ അങ്ങനെ വരുന്നത് ശരിയല്ല എന്ന് പറച്ചിലുണ്ടാകുന്നു. രാഹുൽ ഈശ്വരൻ എന്ത് കാണുന്നു? ശബരിമലയിൽ ഒരു ഡിക്ലറേഷനും കൊടുക്കാതെ കഴിഞ്ഞ ഒരു 1000 വർഷമായി ബാബർ ഇരിപ്പുണ്ട്. ബാബറുടെ പേര് ബാബർ എന്നാണ്. അദ്ദേഹം ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. ഇത് എരുമേലിയിലെ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ആണ്. ഈ ക്ഷേത്രം കാണുകയാണെങ്കിൽ ഇവിടെ ഒരു വാവര് നടയുണ്ട്. ആ വാവര് നടയുടെ പ്രത്യേകത ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ്. ഈ വാവര് നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല. അതിന്റെ കാരണം ഇസ്ലാം മത വിശ്വാസികൾക്ക് സഗുണാരാധന അല്ലെങ്കിൽ വിഗ്രഹാരാധന പാടില്ല. നമ്മളുടെ പൂർവികർ ഒരു മുസ്ലിം മതസ്ഥനെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ ആദരിക്കണം എന്ന് വിശ്വസിച്ചവരാണ്. ശബരിമലയിൽ പോകുന്ന വഴിയിൽ ഞങ്ങൾ എല്ലാവരും, ഞാൻ അടക്കമുള്ള എല്ലാവരും, അർത്തുങ്കലിലെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെ പള്ളികളിൽ പോയി നേർച്ച നേർന്ന് എരുമേലിയിലെ വാവരു പള്ളിയിൽ തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക്, ഞാൻ ഹിന്ദുത്വവാദിയാണ്, ഹിന്ദു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഹൈന്ദവം എന്ന് പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ്. വാവരും വെളുത്തയും ഇല്ലാതെ അയ്യപ്പന് പൂർണ്ണതയില്ല. ആ അയ്യപ്പന്റെ പൂർണ്ണത വരുന്നത് ഇതുപോലുള്ള എല്ലാ സമൂഹങ്ങളും ഉള്ളപ്പോഴാണ്. ഇത്തരം ചരിത്ര സത്യങ്ങൾ മറക്കരുത്. ഞാൻ ഒരിക്കലും CPM കാരനല്ല, ഞാൻ KT ജലീൽ സാറിന്റെ ആളല്ല. പക്ഷേ ശ്രീ KT ജലീൽ കാണിച്ചത് വലിയൊരു മാതൃകയാണ്. ശ്രീ KT ജലീൽ ചെയ്തത് നല്ലൊരു കാര്യമാണ്. കാര്യം നമ്മളുടെ ബഹുസ്വരതയുടെ ശക്തി വർദ്ധിക്കാനും മതസൗഹാർദ്ദത്തിന്റെ ശക്തി വർദ്ധിക്കാനും പ്രാക്ടീസിംഗ് മുസ്ലിമായ ഇസ്ലാമിക തത്വങ്ങൾ നന്നായി അറിയുന്ന, മനോഹരമായി സംസാരിക്കുന്ന KT ജലീലിനെ പോലെ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നിൽക്കുന്ന ആൾ വന്നത് സ്വാഗതം ചെയ്യപ്പെടണം. അതിനെ ഒരു രാഷ്ട്രീയത്തിന്റെയും കണ്ണിൽ കെട്ടേണ്ട കാര്യമില്ല. ഹിന്ദു ഐക്യം വേണം. അതിന് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കുറ്റം പറഞ്ഞ ഐക്യം ഉണ്ടാവൂ. ഇല്ല, കുറ്റം പറഞ്ഞത് ഒരു സെക്കൻഡ് അല്ലല്ല, ഒരു സെക്കൻഡ് ഇത് വാവരാണെന്നുള്ളത്, ഇത് വാവരല്ല സ്വാമിജി, കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അത്രയും കടുപ്പിക്കണമെന്ന് വിചാരിച്ചാണ്. പച്ച കള്ളം പറഞ്ഞിട്ട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചാണ് പറയുന്നത്. പച്ച കള്ളം വാവരെ കുറിച്ചും വെളുത്തെ കുറിച്ചും പറഞ്ഞിട്ട് അയ്യപ്പനെ വർഗീയവൽക്കരിക്കാൻ സമ്മതിക്കില്ല. അത് ശരിയല്ല. അയ്യപ്പനെ വർഗീയവൽക്കരിക്കണ്ട. അതുകൊണ്ട് അത് സ്വാമിജിയുടെ അല്ല, അത്രേ ഉള്ളൂ. അത് ഓർത്ത് ഇതിന്റെ മൊത്തം കച്ചവടം വാവരില്ല എന്നും വാവര് വാപുരനാണെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. വെളുത്ത ക്രിസ്ത്യാനി അല്ലെന്ന് പറയുന്ന പച്ചക്കള്ളമാണ്. പച്ചര പറഞ്ഞു ചോദിച്ചു. സാക്ഷാൽ കുമ്മനം ചേട്ടൻ വാവരുസ്വാമിയുടെ ആൾക്കാരെ ആദരിക്കുന്ന ആളാ. അവസാനം വാവരുസ്വാമിയുടെ പള്ളിയിലെ ആൾക്കാരെ കണ്ടത് ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി ശ്രീ കുമ്മനം രാജശേഖരൻ ഇരുന്നപ്പോ വാവര് പള്ളിയുടെ ആൾക്കാരെ വിളിച്ച് ആദരിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ് ഞാൻ. വാവരില്ലെന്ന് പറയുന്നത് കള്ളമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് 1000 വർഷം മുമ്പ് ഇല്ല നടന്നൊരു സംഭവത്തെ ജീവിച്ചിരുന്ന ആൾക്കാരെ ഇല്ലെന്ന് ഇന്ന് പറഞ്ഞിട്ട് എന്താ? ഏത് തെളിവാ ഇല്ലാത്തത്? 1770 ചെമ്പ് പട്ടയം, പന്തളം കുടുംബം കൊടുത്ത ചെമ്പ് പട്ടയം. മൈക്കെടുത്ത് കുമ്മനം രാജശേഖരൻ ചേട്ടനോട് ചോദിക്കണം വാവരുണ്ടോന്ന്. പുള്ളി വാവരുണ്ടെന്നേ പറയൂ. ഞാൻ 100% പറയാം. കാര്യം കുമ്മനം രാജശേഖരനാണ് വാവരൻ ചേട്ടന്. പറയട്ടെ, കുമ്മനം രാജശേഖരൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് ആയിരുന്നു, BJPയുടെ പ്രസിഡന്റ് ആണ്, കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ്, ശബരിമലയ്ക്ക് വേണ്ടി പോരാടിയ വ്യക്തിയാണ്. കുമ്മനം ചേട്ടനോട് വാവറുണ്ടോ എന്ന് ചോദിച്ചാൽ കുമ്മനം ചേട്ടൻ പറയാം ഉണ്ട്. കാര്യം വാവരുസ്വാമിയുടെ ആൾക്കാരെ വിളിച്ചാൽ കുമ്മനം ചേട്ടനാ ഈ മൈക്ക് എടുത്തുണ്ട്. ഇന്ന് തിരുവനന്തപുരത്തുള്ള കുമ്മനം രാജശേഖരന്റെ അടുത്ത് നമുക്ക് പോവാം. അദ്ദേഹത്തോട് ചോദിക്കാം വാവരുസ്വാമി ഉണ്ടോ ഇല്ലയോ എന്ന്. കുഴപ്പമില്ലല്ലോ. കേരളത്തിലെ ഏറ്റവും മുതിർന്ന RSS പ്രവർത്തകരിൽ ഒരാളായ ഹിന്ദു ഐക്യവേദിയായ BJPയുടെ പ്രസിഡന്റ്. ഇതിന്റെ പ്രശ്നം കള്ളം പറയാണ്. ഹിന്ദുത്വം കള്ളം വളരില്ല. രാജേഷ് നാദാപുരമാണ്. നമ്മുടെ ഹിന്ദുവിന്റെ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് തർക്കശാസ്ത്രം. എന്നാൽ ഈ തർക്കശാസ്ത്രത്തിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാത്ത തരംതാണ തർക്കശാസ്ത്രത്തിലെ തരംതാണ നമ്പർ ഉപയോഗിക്കുന്ന 2 വ്യക്തികൾ കേരളത്തിൽ പ്രമുഖരായ 2 വ്യക്തികളാണ്. എന്ന് വെച്ചാൽ അവരെല്ലാവർക്കും അറിയാം. ഒന്ന് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ, 2 രാഹുൽ ഈശ്വർ. ഇവർക്ക് 2 പേർക്കും ഒരു പോസിറ്റീവായ സവിശേഷതയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇവിടെ സൗണ്ടിൽ ബാസില്ല, ഷാർപ്പാണ്, തുളച്ചു കയറുന്ന സൗണ്ടാണ്. അപ്പൊ ഈ തർക്കശാസ്ത്രത്തിലെ തരംതാണ നമ്പറുകൾ ഇതാണ് 3 എണ്ണം. 1 ഉച്ചത്തിൽ പറയുക, 2 പറഞ്ഞത് തന്നെ പറയുക, 3 പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് 3ഉമാണ് രാഹുൽ ഈശ്വറും ഈ പറയുന്ന അരുൺകുമാറും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു തർക്കം, വാവരാണോ വാപുരനാണോ, വാപുരൻ എന്ന ശിവഭൂതമാണോ അല്ലെങ്കിൽ വാവരുസ്വാമി എന്ന ഇസ്ലാമിക സങ്കല്പമാണോ? രാഹുൽ ഈശ്വർ പറയുന്നു ഇസ്ലാമാണ്. അപ്പൊ അവിടെ ഹിന്ദുക്കൾ തൊഴുന്നു,
ക്രിസ്ത്യാനിയുടെ ചില ബിംബങ്ങളെ തൊഴുന്നു. അപ്പോൾ ഹിന്ദുക്കളായ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയും. അതൊരു സത്യമാണ്. അത് രാഹുൽ ഈശ്വർ പറയുന്നത് കൊണ്ടല്ല. അത് രാഹുൽ ഈശ്വറും നമ്മളെല്ലാവരും ജനിക്കുന്നതിൻ്റെ 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ ഒരു ശ്ലോകം പിറന്നിട്ടുണ്ട്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി എന്ന്. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ, സർവദേവ നമസ്കാരം, നിങ്ങൾ ഏത് ദൈവത്തെ വേണമെങ്കിലും തിരഞ്ഞെടുത്ത് നമസ്കരിച്ചോളൂ. കേശവം പ്രതിഗച്ഛതി, ഒടുവിൽ ഏകമാകുന്ന ഈശ്വരനിലാണ് ഈ ദൈവങ്ങൾ മുഴുവൻ വന്നു ചേരുന്നത്. അപ്പൊ 33 കോടി ദൈവങ്ങളുള്ള ഹിന്ദു മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ചു. സെന്റ് തോമസും കൂട്ടരും ക്രിസ്തു മതവുമായിട്ട് വന്നപ്പോൾ അവരെ സ്വീകരിച്ചു. ജൂതന്മാരെ സ്വീകരിച്ചു, കമ്മ്യൂണിസത്തെ സ്വീകരിച്ചു, പാഴ്സികളെ സ്വീകരിച്ചു. അങ്ങനെ ലോകത്തിൽ ഏതെല്ലാം മതങ്ങളുണ്ട് ആ മതങ്ങളെല്ലാം ഭാരതത്തിലുണ്ട്. ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുക്കൾ സ്വീകരിച്ചതാണ് എന്നറിയണം. അപ്പൊ ഈ വിശാലത ഹിന്ദുവിന്റെ നൈസർഗിക ഭാവമാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഹിന്ദുവിൽ സഹിഷ്ണുത, അവിടെ കൊണ്ടുപോയിട്ട് മതേതരത്വത്തിന്റെ പ്രതീകം എന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഈ സഹിഷ്ണുത എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിന്റെയും ഹൈന്ദവ ജനതയുടെയും ഭാഗമായത് കൊണ്ടാണ് 950 ജനുവരി 26-ന് നമുക്കൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ആ ഭരണഘടനയുടെ ശില്പി ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. 1976-ൽ ഇന്ദിരാഗാന്ധിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തത് എന്നുകൂടി അറിയണം. അപ്പൊ ഈ സർവധർമ്മ സമഭാവന, സഹിഷ്ണുത, ഇതെല്ലാം ഹിന്ദുവിനോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് രാഹുൽ ഈശ്വർ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ തരംതാണ നമ്പർ എന്തൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭാർഗവറാം സ്വാമിയാണ്. അദ്ദേഹം വളരെ മുതിർന്ന കാര്യകർത്താവാണ്, സാത്വികനായ മനുഷ്യനാണ്. ഇങ്ങനെ ബഹളം ഉണ്ടാക്കുവാനും അനാവശ്യമായി തർക്കിക്കുവാനൊന്നും അദ്ദേഹം ചെയ്യാറില്ല. അപ്പൊ അവിടെ ശബ്ദത്തിൽ ഉയർത്തി നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന് പറയുമ്പോൾ എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന ഒരു തരംതാണ നമ്പറാണ്. 2 നമ്പറുകളാണ് അവിടെ ഉള്ളത് ഉപയോഗിക്കാറ് പൊതുവെ. നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ്, നിങ്ങൾ പറയുന്നത് കളവാണ് എന്ന്. രണ്ടാമത് വല്ലാത്തൊരു നമ്പർ ഉപയോഗിച്ചു. നിങ്ങളുടെ എല്ലാം നേതാവ് കുമ്മനം രാജേട്ടൻ അഭിപ്രായം ഇത് വാവരാണ് എന്ന്. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ചർച്ചയ്ക്കിടയിൽ കുമ്മനം രാജേട്ടനെ വിളിച്ചു വരുത്തുവാനോ ചോദിക്കുവാനോ കഴിയില്ല. അപ്പോഴേക്കും കുമ്മനം രാജേട്ടൻ എന്ന് പറയുന്നത് കേരളത്തിൽ ഹൈന്ദവ സമാജത്തിനും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കണാണ്, ഹിന്ദുത്വത്തിന്റെ ഐക്കൺ തന്നെയാണ്. അപ്പൊ ആ രാജേട്ടൻ പറയുന്നു വാവരെന്ന ഇസ്ലാമിക സങ്കല്പമാണ് ഈ എരുമേലിയിലുള്ളത്. അപ്പോ അതിനെതിരെ ഭാർഗവറാം സ്വാമിക്ക് പറയാൻ കഴിയില്ല. അപ്പൊ എതിരാളികളെ ആ നിമിഷം തന്റെ താൽക്കാലിക വിജയത്തിന് വേണ്ടി കുമ്മനം രാജേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് പിന്നീട് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ ഈ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ചർച്ചയ്ക്കിടയിൽ എതിരാളിയെ നിഷ്പ്രഭമാക്കുവാൻ കഴിയുന്ന ഒരു നമ്പറാണത്. അപ്പൊ ഇവിടെ എല്ലാം ഇത്തരം തരംതാണ നമ്പറിലൂടെയാണ് രാഹുൽ ഈശ്വർ ഈ സംവാദ വേദിയിലെത്തുന്നത്. ഒന്ന്, ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. സംവാദത്തിന് പ്രധാനമായൊരു സ്വഭാവമുണ്ട്. ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുക, ശ്രവണമാണ്. കേട്ടതിന് ശേഷം അതിലെ പോയിന്റുകൾ വെച്ചുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടുകൂടി മറുപടി പറയുക. അതായത് നിങ്ങൾ പറയുന്നത് കളവാണ്, നിങ്ങൾ പറയുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ഒരു നല്ല സംവാദകൻ പറയില്ല. അങ്ങ് പറഞ്ഞതിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അങ്ങ് പറഞ്ഞതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്നേ കാരണങ്ങൾ കൊണ്ട് ഇന്നേ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അല്ലാതെ കളവാണ്, വിഡ്ഢിത്തമാണ് എന്നൊന്നും ചരിത്രത്തിലെ ഒരു വസ്തുതകളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി വിശ്വാസം അതെന്താണ്? വാവരാണോ വാപുരനാണോ? ദൈവം എന്നത് പോലും വിശ്വാസമാണ്. ദൈവമുണ്ട് എന്നത് അന്ധവിശ്വാസമാണ്, ദൈവമില്ല എന്നതും അന്ധവിശ്വാസമാണ്. കുറച്ചുകൂടി യുക്തിയുടെ തലത്തിൽ ചിന്തിക്കുമ്പോൾ, അതായത് ദൈവമുണ്ട് എന്ന് പറയുന്ന ഒരാളും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, ദൈവമില്ല എന്ന് പറയുന്നവന്റെ കയ്യിലും ദൈവമില്ല എന്നതിന് തെളിവില്ല. അപ്പൊ രണ്ടും അന്ധവിശ്വാസമാണ്. അപ്പോൾ ഓരോ ദൈവങ്ങൾക്കും അതിൻ്റെതായ സവിശേഷത കൽപ്പിച്ചുകൊണ്ട്, ആരാധനാക്രമങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കൾ വൈവിധ്യമാർന്ന ആരാധന നടത്തുന്നു. അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശബരിമലയിൽ ഇന്നേ പ്രായത്തിലുള്ള സ്ത്രീകൾ ചെല്ലാൻ പാടില്ല എന്നത് ഹിന്ദു വിശ്വാസത്തിന്റെ ഭാഗമാണ്. 25 ലക്ഷത്തിൽ പരം ക്ഷേത്രങ്ങളുള്ള ഭാരതത്തിൽ എവിടെയും സ്ത്രീകൾക്ക് പോകാം. ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. അപ്പോൾ 41 ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളും ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് വാവര് സങ്കല്പത്തിൽ പണമിടുന്നു, കുരുമുളകിടുന്നു. ഇനി അത് വാവര് സ്വാമിയാണ്, ഇസ്ലാമിക സങ്കല്പമാണ് എന്ന് തന്നെ രാഹുൽ ഈശ്വർ ധരിക്കുക. എങ്കിൽ രാഹുൽ ഈശ്വറിനോട് ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. അവിടെ വെച്ചൊരു ബോർഡുണ്ട്, കറുത്ത മാർബിൾ സ്ഫടികത്തിൽ ഗോൾഡൻ ലെറ്ററിൽ 2018 ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തർക്കം ഉണ്ടായി അവിടുത്തെ ഉസ്താദുമായിട്ട്.
ഈ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് അതിന്റെ തൊട്ട് മുമ്പ് ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവിടെ സന്ദർശിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവിടെ പോയതാണ്, ശബരിമലയിൽ പോയതല്ല. അപ്പൊ എരുമേലി വാവര് പള്ളിയിൽ ചെന്ന സമയത്ത് അവിടെ ബോർഡ് ഇതാണ്: അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല. ആ ബോർഡ് രാഹുൽ ഈശ്വരും കണ്ടിട്ടുണ്ടാവില്ലേ? അതായത് കോടിക്കണക്കിന് ഹിന്ദു ഭക്തന്മാർ, അയ്യപ്പനെ വിശ്വസിക്കുന്ന ഭക്തന്മാർ അയ്യപ്പനെ കാണുവാൻ പോകുമ്പോൾ മാത്രമാണ് വാവർ സ്വാമിയെ കാണാൻ പോകുന്നത്, അല്ലാതെ വാവർ സ്വാമിയെ കാണാൻ പോകുമ്പോൾ അയ്യപ്പനെ കാണുന്നതല്ല. അപ്പൊ അങ്ങനെ വാവരെ കാണാൻ പോകുമ്പോൾ വാവരുടെ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അയ്യപ്പൻ ദൈവമല്ല എന്നാണ്. അതായത് അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവവുമില്ല. അപ്പൊ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഉസ്താദിനോട് ചോദിച്ചു, ആയിരക്കണക്കിന് സൂക്തങ്ങളാണ് നിങ്ങളുടെ ഖുറാനുള്ളത്, അതങ്ങനെ ഏതെങ്കിലും ഒരു നന്മയെക്കുറിച്ച് പറയുന്ന സൂക്തം ഇവിടെ എഴുതി വെച്ചുകൂടായിരുന്നോ? അയ്യപ്പൻ ദൈവമല്ല എന്ന് അയ്യപ്പന്റെ ഭക്തന്റെ പണം നാണമില്ലാതെ വാങ്ങുന്നു, അവന് ഹറാമായ ഭസ്മം, അവൻ തൊടാത്ത ഭസ്മം കൊടുക്കുന്നു. ഇസ്ലാം മത വിശ്വാസപ്രകാരം രാഹുൽ ഈശ്വരന് നിത്യ നരകമാണ്. കാല് തടവിയിട്ട് കാര്യമില്ല. അഖില ഹാദിയ വിഷയത്തിലൊക്കെ ഹിന്ദു സമൂഹത്തെ പച്ചക്ക് ചതിച്ചതാണ്. ഇന്ന് ഇസ്ലാമിക ആ പറയുന്ന തീവ്രവാദ സംഘടനകളുടെ കാല് തടവി പോവുകയാണ് ഈ രാഹുൽ ഈശ്വർ ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം മത വിശ്വാസപ്രകാരം രാഹുൽ ഈശ്വരനും രാഹുൽ ഈശ്വറിന്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും നരകമാണ് കിട്ടുക. വിഗ്രഹാരാധകർക്ക് നരകം. ആ തന്ത്രി കുടുംബത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അവർ വിഗ്രഹത്തെ സൃഷ്ടിക്കുന്നവർ കൂടിയാണ്, എന്ന് വെച്ചാൽ പ്രാണപ്രതിഷ്ഠയെ ചെയ്യുന്നവർ കൂടെയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്കെല്ലാം നരകത്തിന്റെ ഏറ്റവും ടോപ്പ് അവസ്ഥയിലാണ് അവർക്ക് ലഭിക്കുക. തീർന്നില്ല, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. രാഹുൽ ഈശ്വർ സ്വർണം ധരിക്കാറുണ്ട്. പന്നിമാംസം ഇയാൾ കഴിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് നരകം ഖുറാനിൽ പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാടങ്ങ് തടവുമ്പോ ഇത് കൂടി കൂട്ടി വായിക്കണം. അപ്പൊ അവിടെ സദസ്സിലുണ്ടായിരുന്ന 1-2 ഹിന്ദുക്കൾ കൈയടിക്കാനും ഒക്കെ ഉണ്ടാവും. ഹിന്ദുക്കൾ ബോധമില്ലാത്ത ആളുകളാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് ആ മതങ്ങളുടെ കാഴ്ചപ്പാട്? ഞാൻ കൊണ്ടുപോയിട്ട് കുരുമുളകും പണവും ഇടുമ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നത്? ഇതിന്റെ കണക്ക് വിവരാശന അഭിപ്രായം നീക്ക് കിട്ടുമോ? ഞാൻ ശബരിമലയിൽ കൊണ്ടുപോയിട്ടിടുന്ന പണം എവിടത്തേക്കാണ് പോകുന്നത്? അത് ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണോ? ദേവസ്വം ബോർഡ് നടക്കുന്ന ക്ഷേത്രങ്ങളിൽ എന്താണ് നടക്കുന്നത്? ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ 60% ജീവനക്കാരും ഗുരുവായൂരപ്പനെ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവുമില്ലാതെ മതേതരത്വം എന്ന് പറഞ്ഞ് കൈയടിക്കുക. അപ്പൊ അവിടെ പോകുന്ന ഈ ഭക്തൻ, ഒരു കണ്ണട വെച്ച ആള്, അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോ നിരവധി വർഷങ്ങളായിട്ട് അവിടെ പോകുന്നുണ്ട്. അപ്പൊ അയാൾ ആ ബോർഡ് വായിച്ചിട്ടുണ്ടാവില്ലേ? അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് മറ്റൊരു ദൈവമില്ല എന്ന് പറയുന്നിടത്ത് പണവും കുരുമുളകും കൊടുക്കുന്ന നാണക്കേടല്ലേ? അപ്പൊ അത് വാവൂരിനാണോ വാവരാണോ എന്ന കാര്യം നമുക്ക് തർക്കിച്ച് ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയുന്നതല്ല. കാരണം അതിന് ചരിത്രത്തിൽ ആധികാരികമായ രേഖകളില്ല. ഇനി ഇസ്ലാം മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതുണ്ടായിട്ട് 1400 വർഷങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. അതുണ്ടായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത് ഭാരതത്തിലേക്ക് വരുന്നത്. അതായത് ഏകദേശം ഒരു 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇസ്ലാമിന്റെ ടോട്ടൽ ചരിത്രം ഭാരതത്തിൽ വന്നിട്ട് ഒരു 800-1000 വർഷത്തിനിടയിലാണ്. കേരളത്തിൽ വന്നിട്ട് ചരിത്രത്തിൽ കൃത്യമായിട്ട് നമുക്ക് ചേരമാൻ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് അവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ അയ്യപ്പന്റെ ചരിത്രം എത്രയാണ്? രാഹുൽ ഈശ്വർ പറയൂ, ഒരു 800 വർഷത്തിനിടയിൽ ചരിത്രമാണെങ്കിൽ ചരിത്ര പുരുഷനാണോ അയ്യപ്പൻ, അതോ ദൈവമാണോ? വാവരെ കുറിച്ച് പറയുന്നത് ചരിത്ര പുരുഷൻ എന്നാണ്. അപ്പൊ വാവരുടെ കാലഘട്ടത്തിലാണ് അയ്യപ്പൻ എങ്കിൽ അയ്യപ്പൻ ചരിത്ര പുരുഷനാണോ അതോ ദൈവമാണോ? അപ്പൊ അത് കൃത്യമായിട്ട് തന്ത്രി കുടുംബത്തിലെ താങ്കൾ മറുപടി പറയണം. അയ്യപ്പന്റെ കാലഘട്ടത്തിൽ തന്നെയാണോ വാവർ ഉണ്ടായത്, അതോ വാവരുടെ കാലഘട്ടത്തിൽ തന്നെയാണോ അയ്യപ്പൻ ഉണ്ടായത്? ഈ കാര്യങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി പറയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടത്തെക്കുറിച്ച് ഇപ്പോഴും നിയതമായ ഒരു അഭിപ്രായമില്ല. ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെ ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം ഉണ്ടായത് അറേബ്യയിലാണ്. അതെപ്പോഴാണ് ഭാരതത്തിൽ വന്നത്, എപ്പോഴാണ് കേരളത്തിൽ വന്നത്? അപ്പോഴാണോ ഈ വാവരുടെ സങ്കല്പം? പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് വാവര് വന്നത്? ഇതൊക്കെ എപ്പോഴാണ്? അപ്പോ അയ്യപ്പന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരു 600-700 വർഷത്തെ ചരിത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതെല്ലാം നമുക്ക് തർക്കിച്ച് വിജയിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല. കാരണം നമ്മുടെ കയ്യിൽ കൃത്യമായ തെളിവുകളില്ലാത്ത പല വിഷയങ്ങളുണ്ടാവും. അവിടെയാണ് വിശ്വാസം. ശാസ്ത്രവും യുക്തിയും വിശ്വാസവും ഒരുപോലെ മാനിക്കുന്നവരാണ് ഹിന്ദുക്കൾ. അതുകൊണ്ട് പ്രധാനമായിട്ട് രാഹുൽ ഈശ്വറിനോടൊക്കെ തർക്കത്തിന് നിൽക്കാതിരിക്കുക, അതാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട കാര്യം. കാരണം അയാളുടെ നിലവാരം വളരെ വളരെ താണതാണ്. ഇങ്ങനെ ശബ്ദവും ബഹളവും ഉണ്ടാക്കി എതിരാളികളുടെ വായടപ്പിക്കുവാനുള്ള വൃഥാ വ്യായാമം. സ്വാമിജിയെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി ബഹളവും ഉണ്ടാക്കി കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പിന്നെ അവതാരകൻ നമ്പർ 1 ഹിന്ദു വിരുദ്ധനാണ്. അപ്പോൾ ഒരിക്കലും അവസരങ്ങൾ ആർക്കാണ് കൊടുക്കുക?
ഹിന്ദു വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കും. അപ്പൊ അവിടെയാണ് അങ്ങനെയുള്ള ടീമിനെയാണ് ഇവർ സെറ്റാക്കുക. ചോദ്യങ്ങൾ ചോദിക്കാൻ പറയാനൊക്കെ അത്ര ആളുകളെ ആദ്യമേ സെറ്റാക്കിയിട്ടാണ് ഈ ചർച്ച നയിക്കുക. അപ്പൊ ഈ ചർച്ചയിൽ ഒരു നോക്കിയിട്ട് ഈ ജലീൽ മഹാനാണ് എന്നൊക്കെ പറയുന്നു, പഴയ സിമി നേതാവാണ്. അയാളെല്ലാം അടിസ്ഥാനപരമായിട്ട് വിഗ്രഹാരാധകന് നരകം കിട്ടുമെന്നും സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം കിട്ടുമെന്നും വിശ്വസിക്കുന്ന മതത്തിന്റെയും ആ മതത്തിന്റെ തീവ്ര ചിന്താഗതിക്കാരുമാണ് എന്നറിയണം. അപ്പൊ അവിടെ മതത്തിന്റെ ദോഷമാണ് ഞാൻ പറയുന്നത്, അല്ലാതെ ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ചല്ല. ഇവിടെ ആ മതത്തിന് ദോഷമുണ്ട്, നന്മകളുണ്ട്, അങ്ങനെ തന്നെ ദോഷവുമുണ്ട്. ഭീകരവാദം എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്ലാമിനെ മാത്രമേ ഓർമ്മ വരൂ. ഇപ്പോ സൗദി അറേബ്യ ഭീകരവാദ പട്ടികയിൽപ്പെടുത്തിയത് 42 സംഘടനകളെയാണ്. അപ്പൊ അതെല്ലാം ഇസ്ലാമാണ്. മക്കയും മദീനയും കുടികൊള്ളുന്ന ഇസ്ലാം മതം പിറന്ന സൗദി അറേബ്യ 42 സംഘടനകളെയാണ് കൊടുംഭീകരന്മാരായിട്ട് പ്രഖ്യാപിച്ച് നിരോധിച്ചത്. അപ്പൊ അതെല്ലാം തന്നെ ഇസ്ലാമാണ്. അവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ഒന്നുമില്ല. ലോകത്തിൽ നമ്മൾ നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ ലോകത്തെ ഭീതിപ്പെടുത്തുന്ന സംഘടനകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99.9 അല്ലെങ്കിൽ 100% ഇസ്ലാമിക സംഘടനകളാണ്, ഭീകര സംഘടനകളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ഈ രാഹുൽ ഈശ്വറിനോട് നിങ്ങൾ ചോദിക്കുക ഹമാസ് ഭീകരനാണോ എന്ന്, അയാൾക്ക് മറുപടി ഉണ്ടാവില്ല. അയാൾ പറയും വിശുദ്ധനാണ്. ഒസാമ ബിൻ ലാദനെ കുറിച്ച് ചോദിച്ചാൽ അത് മഹാനായ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ ഒരു കാല് തടവിയിട്ട് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇത്തരം ആശയങ്ങൾ പറയുന്ന സമയത്ത് അനാവശ്യമായിട്ട് ഹൈന്ദവ ആചാര്യന്മാരെയോട് തർക്കിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ വായടപ്പിക്കുവാനുള്ള വൃഥാ പരിശ്രമം ഉണ്ടാവും. ഇദ്ദേഹത്തെ കൊണ്ടുവരേണ്ടത് ഇങ്ങനത്തെ ചർച്ചകളിലല്ല. കൃത്യമായിട്ട് മോഡറേറ്റർ വന്ന് അരമണിക്കൂർ അദ്ദേഹത്തിന് വാദങ്ങൾ അവതരിപ്പിക്കുന്നു, ആ വാദങ്ങൾക്ക് മറുപടിയായിട്ട് അരമണിക്കൂർ മറ്റാൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ തുണ്ടമാക്കുവാൻ കഴിയുന്ന അറിവില്ലാത്ത ആളാണ്, എന്നാൽ ശബ്ദമുള്ള ആളാണ് എന്നുകൂടി മാത്രം ഓർക്കുക. നന്ദി, നമസ്കാരം.